മൗലാന സയ്യിദ് അബുൽ ആല മൗദൂദിക്ക് അറബി അറിയില്ല എങ്കിൽ യഥാർത്ഥത്തിൽ അത് മഹത്തരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം അറബി അറിയാത്ത മൗദൂദി സാഹിബാണല്ലോ തഫ്ഹീമുൽ ഖുർആൻ എന്ന എക്കാലത്തെയും ബൃഹത്തായ പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാന ഗ്രന്ഥം തഫ്സീർ രചിച്ചിട്ടുള്ളത്. 10,000-കണക്കിന് ആളുകൾ വായിക്കുന്ന വ്യത്യസ്ത ഭാഷകളിലേക്ക് അത് ഇന്ന് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ തഫ്ഹീമുൽ ഖുർആൻ അറബിയിലേക്കാക്കി മാറ്റാൻ വേണ്ടി അറബ് നാട്ടിൽ ഇന്ന് കമ്മിറ്റിയുണ്ട് എന്ന് നമ്മൾ അറിയുമ്പോൾ അറബി അറിയാത്ത മൗദൂദിയുടെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ അറബി അറിയാത്ത ഒരു മൗദൂദിയെയാണ് അറബി യൂണിവേഴ്സിറ്റി അതിന്റെ സിലബസ് കമ്മിറ്റി ചെയർമാനാക്കിയത്. അറബ് നാട്ടിൽ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുമ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് കമ്മിറ്റി ചെയർമാനാക്കി മൗലാന സയ്യിദ് അബുൽ ആല മൗദൂദിയെ തെരഞ്ഞെടുക്കും. അറബി അറിയാത്ത മൗദൂദിയെ സൗദി അറേബ്യ അവരുടെ പ്രഥമ ഫൈസൽ അവാർഡ് നൽകിക്കൊണ്ട് ആദരിക്കുന്നു. തീർന്നില്ല, അറബി അറിയാത്ത മൗദൂദി ഹജ്ജിന് പോയപ്പോൾ മക്കയിലെ ഇമാമുകൾ നിർവഹിക്കുന്ന അറഫ ഖുതുബ മൗദൂദിക്ക് അറബി അറിയുകയില്ല എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എത്ര ആളുകൾക്ക് ആ അറഫ ഖുതുബ കേൾക്കാനുള്ള അവസരമെങ്കിലും ഉണ്ടായി. സയ്യിദ് അബുൽ ആല മൗദൂദി ഹജ്ജിന് പോയപ്പോൾ അറഫ പ്രഭാഷണം അറബിയിൽ തന്നെ അറഫ പ്രഭാഷണം നിർവഹിച്ചത് സയ്യിദ് അബുൽ ആല മൗദൂദിയാണ്. ഇങ്ങനെ തുടങ്ങി അറബ് നാട്ടിൽ ആദരിക്കപ്പെടുന്ന സൗദി അറേബ്യയിൽ തന്നെ സലഫി രാജ്യമായി അറിയപ്പെടുന്ന സൗദി അറേബ്യയിൽ തന്നെ മദ്രസത്തുൽ അബുൽ ആല മൗദൂദി, മൗദൂദി സ്ട്രീറ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മൗദൂദിയെ ആദരിച്ചുകൊണ്ട് ഇസ്ലാമിക നവോത്ഥാന നായകനായി അംഗീകരിച്ചുകൊണ്ട് ഇമാം മൗദൂദി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. ഞാൻ വളരെ ലളിതമായി ഒരു കാര്യം പറയുകയാണ്. ഈ പ്രഭാഷണത്തിൽ എന്നല്ല ഒരു പ്രഭാഷണത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകൻ ആരെയും ആക്ഷേപിക്കുകയില്ല. വളരെ ലളിതമായി ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. സഹോദരന്മാരെ, എന്നു മുതലാണ് മൗലാന സയ്യിദ് അബുൽ ആല മൗദൂദിയെ ഇന്ന് തെരുവുകളിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പറ്റാതായത്? ഇത് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്ന് മുതലാണ് സയ്യിദ് അബുൽ ആല മൗദൂദിയെ ഇങ്ങനെ തീവ്രവാദിയും ഭീകരവാദിയുമാക്കി മാറ്റാൻ തുടങ്ങിയിട്ടുള്ളത്? സയ്യിദ് അബുൽ ആല മൗദൂദിയെ കുറിച്ച് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അത് പിളർന്നതിന് ശേഷം 3 ഗ്രൂപ്പായി ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ 3 ഗ്രൂപ്പിൽപ്പെട്ട ആളുകളും അംഗീകരിക്കുന്ന കേരള നദ്വത്തുൽ മുജാഹിദിന്റെ അനിഷേധ്യനായ പണ്ഡിതൻ KM മൗലവി എന്താണ് പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം പറയുകയാണ്, അത്യന്തം പ്രയാസകരവും സങ്കീർണവുമായ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സത്യസന്ധനും ദൃഢവിശ്വാസിയും വിവേകശാലിയും ഏകാത്മക ദേശീയവാദത്തിലെ വിപത്തുകളെക്കുറിച്ച് ശരിക്കും ബോധവാനുമായ ഒരു മനുഷ്യനെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമുക്കായി എഴുന്നേൽപ്പിച്ചു തന്നതിന് അള്ളാഹുവിന് നാം നന്ദി പറയുന്നു. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണമല്ല. ഇത് അൽ മുർഷിദ് 1938 ഡിസംബർ വാള്യം 4 ലക്കം 8 ഇതിൽ KM മൗലവി എഴുതുകയാണ്. അദ്ദേഹം തുടർന്ന് പറയുകയാണ്, മൗദൂദിയെ അവതരിപ്പിച്ചു തന്നതിന് അള്ളാഹുവിന് നന്ദി പറഞ്ഞതിന് ശേഷം പറയുകയാണ്, സയ്യിദ് അബുൽ ആല എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തന്റെ തർജുമാനുൽ ഖുർആൻ മാസിക മുടക്കം കൂടാതെ ഇറക്കിക്കൊണ്ടിരിക്കുകയും മുസൽമാൻ ഔർ മൗജൂദ സിയാസി കശ്മകശ് എന്ന ഗ്രന്ഥം അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുകയും വഴി ഇസ്ലാമിന്റെ മാർഗത്തിൽ വേണ്ട വിധം സമരം ചെയ്യുവാൻ അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു.
ഇസ്ലാമിൽ ഭീകരവാദം പ്രചരിപ്പിക്കുവാൻ, ഇസ്ലാമിലെ സാങ്കേതിക ശബ്ദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് എഴുന്നള്ളിക്കാൻ പ്രവർത്തിക്കുന്നുവെന്നല്ല. ഇസ്ലാമിന്റെ മാർഗത്തിൽ വേണ്ട വിധം സമരം ചെയ്യുവാൻ അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് KM മൗലവി സാഹിബ് അൽ മുർഷിദിൽ മൗദൂദി സാഹിബ് ജീവിച്ചിരിക്കുമ്പോൾ എഴുതിയത്. പിന്നീട് മൗലാന മൗദൂദി സാഹിബ് പിഴച്ചുപോയതാണോ? മൗലാന സയ്യിദ് അബുൽ അല മൗദൂദി എന്നാണ് പിഴച്ചത്? മൗലാന സയ്യിദ് അബുൽ അല മൗദൂദി മരണപ്പെട്ടതിന്റെ പിറ്റേന്ന്, മരണപ്പെട്ടതിന് ശേഷം മുജാഹിദ് നേതാവും എഴുത്തുകാരനുമായ MI തങ്ങൾ ചന്ദ്രികയിൽ എഴുതുകയുണ്ടായി. 25/9/1979 എഴുതുകയാണ്, മൗലാന സയ്യിദ് അബുൽ അല മൗദൂദി അന്തരിച്ചു. സുപ്രസിദ്ധ ഇറ്റാലിയൻ വിപ്ലവകാരി മാസ്റ്റിനിയുടെ വാക്കുകളാണ് മൗലാനയുടെ നിര്യാണ വാർത്ത കേട്ടപ്പോൾ അനുസ്മരിച്ചു പോയത്. മാനവികതയുടെ സഞ്ചാരപഥത്തിലെ നാഴികക്കല്ലുകളായി വർത്തിക്കുന്നവരാണ് മഹാന്മാർ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇസ്ലാമിക പ്രതിഭകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നു മൗദൂദി. അവയുടെ മുമ്പിൽ ഭക്ത്യാദരപൂർവം പലപ്പോഴും നിന്നുപോയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, 1903 സെപ്റ്റംബർ 15 ചരിത്രം മയങ്ങിക്കിടക്കുന്ന ഹൈദരാബാദിലെ ഔറംഗാബാദിൽ ജനിച്ച അബുൽ അല ജന്മനാ ഭാഗ്യവാനായിരുന്നു. കാലിട്ടടിച്ചു കരഞ്ഞ നിഷ്കളങ്കനായ ആ കുഞ്ഞിന് വളരാൻ ലഭിച്ചത് 100% ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട ഒരു കുടുംബമാണ്. ഇത് മുഴുവൻ ഇവിടെ വായിക്കുകയല്ല. മൗലാന സയ്യിദ് അബുൽ അല മൗദൂദി മരിച്ചതിന് ശേഷവും അക്കാലത്തെ മുജാഹിദ് എഴുത്തുകാരൻ ചന്ദ്രികാ ദിനപത്രത്തിൽ എഴുതിയതാണിത്. പിന്നെ എപ്പോഴാണ് മൗദൂദി സാഹിബ് പുനർജനിച്ചുകൊണ്ട് തീവ്രവാദത്തിന്റെ ആളായി മാറിയത്? ഓറിയന്റലിസ്റ്റുകൾ പടച്ചുണ്ടാക്കിയ അസത്യത്തിന്റെ ഗോപുരങ്ങൾ തകർന്നു വീണുകൊണ്ടിരുന്നു. പാശ്ചാത്യരുടെ ദിവാസ്വപ്നങ്ങളിൽ കുരിശ് യോദ്ധാക്കളുടെ തമ്പുകളിൽ കയറിയ സുൽത്താൻ സ്വലാഹുദ്ദീനെ പോലെ ധീരമായി പാഞ്ഞു കയറിയ മൗലാന അവർക്കെതിരെ മുസ്ലിം ലോകത്ത് ഒരു പടനിര തന്നെ സൃഷ്ടിച്ചെടുത്തു. ഇത് MI തങ്ങൾ മൗലാന മൗദൂദി സാഹിബിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ വളരെ വിനയത്തോടെ ചോദിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞതിന് ശേഷവും എങ്ങനെ, എന്നു മുതൽ മൗലാന സയ്യിദ് അബുൽ അല മൗദൂദി ഭീകരവാദിയായി മാറി എന്നുള്ളതാണ്.